അപ്പോഴേ ഇന്ന് ഞാൻ ഉച്ചക്കലത്തേക്ക് നല്ല മീൻ പാൽക്കറിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോണത്. അപ്പം അതിൻ്റെ റെസിപ്പി ഒന്ന് കാണണ്ടേ? വാ. ഇന്നപ്പോൾ മീൻ കൊണ്ടുവന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഒരു വറ്റ, 3 അയില, പിന്നെ വേറെ ഒരു മീൻ, അതിൻ്റെ പേര് എനിക്കറിയില്ല, കോലാനാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനിതിൽ നിന്ന് വറ്റയും അയിലയും കൂടി എടുത്ത് കറി വെക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചേക്കണത്. അപ്പോൾ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് അതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതൊന്ന് മൂത്ത് വരണം. പിന്നീട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ചെറിയ ഉള്ളിയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ ചെറിയ ഉള്ളി തന്നെ എടുക്കുക. അത് ചെറുതായിട്ട് അരിഞ്ഞത് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് 2 പച്ചമുളകാണ് കേട്ടോ എടുത്തേക്കുന്നത്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പൊടികളാണ് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിയൊക്കെ ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. ഒരു തക്കാളിയാണ് എടുത്തേക്കുന്നത്, അതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഉണ്ടടാ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ആയപ്പോഴത്തേക്കും ഇനിയിപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് തക്കാളി ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്കിനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കണം. അപ്പം ഞാൻ തേങ്ങാപ്പാൽ നേരത്തെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 2ാം പാൽ ആദ്യം ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിതിൽ വിനാഗിരിയാണ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. കുടംപുളി വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. രണ്ടും ടേസ്റ്റ് തന്നെയാണ്. ഞാനിപ്പോൾ വിനാഗിരിയാണ് ഒഴിച്ച് കൊടുക്കണത്. എന്നിട്ട് പിന്നെ നമ്മുടെ കറി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും മീൻ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതൊന്ന് തിളച്ച് മീനൊക്കെ ഒന്ന് വെന്ത് കിട്ടട്ടെ. അപ്പോൾ വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കറിയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്, മീനൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് തൻപാലാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. തൻപാൽ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് ചൂടായാൽ മതി, തിളക്കൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ചൂടായി വന്നപ്പോഴത്തേക്കും ഞാൻ ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള ഒരു അടിപൊളി കറിയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ താളിച്ച് വീത്താനുണ്ട്. അപ്പോൾ ഞാൻ ചെറിയ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഉലുവ പൊട്ടിച്ചിട്ട് കുറച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ താളിച്ചത് അങ്ങോട്ട് ഈ കറിയിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് വീതി കൊടുക്കുകയാണ്. കറി സെറ്റായി. അപ്പോൾ ചോറിന് മാത്രമല്ല നാസ്തക്കൊക്കെ നല്ല കോമ്പിനേഷനാണ് ഈ ഒരു കറി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.